ഹായ് ഹലോ ഫ്രണ്ട്സ്, അലീനയുടെയും മനുവിൻ്റെയും മറ്റൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അലീന വൈജ പ്രസവിച്ച സ്വന്തം മോളാണെന്നുള്ള സത്യം ഗംഗാധര മേനോനും ശിവനും രാജീവനും ഒക്കെ അറിഞ്ഞിരിക്കുകയാണ്. അലീന തിരികെ വീട്ടിൽ വന്നതിന് ശേഷം ഇവരെല്ലാവരും കൂടെ തിരിച്ച് കൊല്ലപ്പള്ളിയിലേക്ക് തന്നെ വരികയാണല്ലോ. എല്ലാവരും നല്ല ടയേർഡിലുമാണ്. എല്ലാവരും ഒന്ന് നല്ലപോലെ കിടന്ന് ഉറങ്ങി എഴുന്നേറ്റതിനൊക്കെ ശേഷം ഇവർ മൂന്നുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ശിവശങ്കർ ഗംഗാധര മേനോനോട് ചോദിക്കുന്നുണ്ട്, അല്ല ഗംഗേട്ടാ, അലീന വൈജയുടെ മകളാണെന്നുള്ള സത്യം ഇപ്പൊ നമ്മളല്ലേ അറിഞ്ഞിട്ടുള്ളൂ. വൈജ ഇതുവരെ സത്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ. അവളെങ്ങാനും സത്യങ്ങൾ അറിഞ്ഞാൽ ആദ്യം ചോദ്യം ചെയ്യാൻ പോകുന്നത് നമ്മളെ തന്നെ ആയിരിക്കും. കാരണം നമ്മളൊക്കെ ആണല്ലോ അവള് പ്രസവിച്ച ആ കുഞ്ഞ് മരിച്ചുപോയെന്ന് പറഞ്ഞ് അവളെ വിശ്വസിപ്പിച്ചത്. ഇപ്പൊ ആ കുഞ്ഞ് മരിച്ചിട്ടില്ല എന്നൊക്കെ അറിയുമ്പം അവൾ അതിനോട് എങ്ങനെ പ്രതികരിക്കും ഗംഗേട്ടാ? ഓർക്കുമ്പോ തന്നെ ടെൻഷൻ ആവുകയാ എന്നിങ്ങനെ പറയുമ്പോഴേക്കും ഗംഗാധര മേനൻ പറയുന്നുണ്ട്, അതുതന്നെയാ ഞാനും ആലോചിച്ചോണ്ടിരിക്കുന്നേ. വൈജ ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞാൽ അടങ്ങിയിരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒന്നെങ്കിൽ അവള് എന്തു വന്നാലും നേരിടാന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകും, അല്ലെങ്കിൽ ബാലചന്ദ്രനുമായിട്ട് ഡിവോഴ്സിലാകും, അല്ലെങ്കിൽ വൈജ ജീവിതം തന്നെ അവസാനിപ്പിക്കാൻ നോക്കും എന്ന് ഗംഗേട്ടൻ പറയുമ്പോഴേക്കും രാജീവൻ ചോദിക്കുന്നുണ്ട്, അത് പിന്നെ ഗംഗേട്ട, നമ്മുടെ പെങ്ങളെ നമുക്ക് നഷ്ടമാവില്ലേ? വൈജ അറിയാതെ ഈ സത്യങ്ങളൊക്കെ എങ്ങനെയെങ്കിലും മൂടിമറിച്ച് വെക്കാൻ നമ്മൾ നോക്കണ്ടേ എന്നിങ്ങനെ ചോദിക്കുക കേട്ടോ. അപ്പോൾ ഗംഗേട്ടൻ പറയുന്നുണ്ട്, അതെ, നമുക്ക് മുമ്പിൽ അങ്ങനെ ഒരു മാർഗം മാത്രമേ ഉള്ളൂ. അലീനയും ബാലചന്ദ്രനും തമ്മിലുള്ള ബോണ്ടിങ് നമ്മളെല്ലാവരും കണ്ടതല്ലേ. ശരിക്കും ഒരു അച്ഛനെയും മോളെയും പോലെ തന്നെ അവരിപ്പം. അലീനയെ വിട്ടുകളയാൻ അയാൾ ഒട്ടും സമ്മതിക്കുകയില്ല. അലീനയെ അവിടുന്ന് എങ്ങോട്ടേലും മാറ്റാൻ അയാൾ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പറയാവുന്നതിന്റെ മാക്സിമം പറഞ്ഞിട്ടുണ്ട്. അവിടെ അലീന മാത്രമല്ലല്ലോ, അവരുടെ 3 കുട്ടികളുടെ കാര്യം കൂടെ നോക്കണ്ടേ? എന്തെങ്കിലും അരുതാത്തത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നഷ്ടങ്ങൾ എല്ലാവർക്കും സംഭവിക്കും. എങ്ങനെ ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരെത്തും പിടിയും കിട്ടുന്നില്ല എന്ന് ഗംഗാധര മേനൻ പറയുകയാണ്. രാജീവൻ ചോദിക്കുന്നുണ്ട്, അതെങ്ങനെ ശരിയാകും ഏട്ടാ? അലീന വൈജയുടെ വീട്ടിലല്ലേ നിൽക്കുന്നത്. അലീന അവിടെ തന്നെ നിൽക്കുന്നെങ്കിൽ അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ എങ്ങനെ തീരാനാ? അവിടെ പ്രശ്നങ്ങളൊക്കെ കൂടുകയേ ചെയ്യുള്ളൂ. അതുകൊണ്ട് അലീനെ അവിടുന്ന് എങ്ങോട്ടെങ്കിലും മാറ്റിയേ പറ്റുള്ളൂ. എങ്കിൽ മാത്രമേ നമ്മുടെ പെങ്ങൾ അവിടെ പോയി ജീവിക്കുകയുള്ളൂ എന്നൊക്കെ തന്നെ രാജീവൻ പറയുന്നുണ്ട്. ഇല്ലെങ്കിൽ ബാലചന്ദ്രൻ ഇപ്പൊ സത്യങ്ങൾ അറിഞ്ഞ പോലെ തന്നെ പതിയെ വൈജിയും ഈ സത്യങ്ങളൊക്കെ അറിയും. പിന്നെ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോകും ഗംഗേട്ടാ. വൈജയുടെ സ്വഭാവം നമുക്കെല്ലാവർക്കും അറിയാവുന്നതല്ലേ. അവളൊന്ന് വിട്ടുവീഴ്ച ചെയ്ത് ജീവിക്കാൻ തയ്യാറാവില്ല. അവളുടെ അഹങ്കാരവും ദുരഭിമാനവും ഒന്നും അതിനൊട്ട് സമ്മതിക്കത്തുമില്ല എന്നൊക്കെ തന്നെ അവര് പറയുകയാണ്. അപ്പൊ ശിവൻ പറയുന്നുണ്ട്, നമുക്ക് ബാലചന്ദ്രൻ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തി അയാളോട് ഒന്നുകൂടെ നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞാലോ? ഇവിടെ ഇപ്പോൾ നമ്മളെ സഹായിക്കാൻ ബാലചന്ദ്രന് മാത്രമേ കഴിയുള്ളൂ. ബാലചന്ദ്രൻ പറഞ്ഞാൽ അലീന അനുസരിക്കും. അലീന എങ്ങോട്ട് വേണമെങ്കിലും മാറി നിൽക്കാൻ തയ്യാറാണ്. ബാലചന്ദ്രനാണ് അവളെ എങ്ങോട്ടേക്കും വിടാതെ കൂടെ നിർത്തിയിരിക്കുന്നത്. നമ്മൾ പറഞ്ഞല്ലോ, അലീനയ്ക്ക് വേണ്ട എല്ലാ സഹായവും നമ്മൾ ചെയ്യാമെന്ന്. നമ്മുടെ വീട്ടിലെ കുട്ടിയെ നമ്മൾ എങ്ങനെ നോക്കും അതുപോലെ തന്നെ അവളെ നോക്കാമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പൊ തന്നെ ബാലചന്ദ്രൻ ആവശ്യപ്പെട്ട തുക നമ്മൾ അലീനയുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ റെഡിയാണെന്ന് പറഞ്ഞല്ലോ. അവൾക്ക് താമസിക്കാൻ വേറെ വീട് വേണമെന്നുണ്ടെങ്കിൽ വീട് വാങ്ങിക്കൊടുക്കാം. അവളെ പഠിപ്പിക്കണമെങ്കിൽ പഠിപ്പിക്കാം. അവളെ കെട്ടിച്ചയക്കണമെങ്കിൽ അതും ചെയ്യാന്ന് നമ്മൾ പറഞ്ഞില്ലേ ഗംഗേട്ട? ഇതിപ്പോ ആ വീട്ടില് ആ കുടുംബം ചിന്നിച്ചിതറി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അയാളും അതുപോലൊരു വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാകണം. അതിന് നമ്മൾ 3 പേരും അയാളെ വിളിച്ചിരുത്തി കാര്യമായിട്ട് ഒന്നും കൂടെ ഒന്ന് സംസാരിക്കണം. നമ്മൾ വെച്ച ഡിമാൻഡൊക്കെ അയാളെ അംഗീകരിച്ച മട്ടല്ലേ. അപ്പൊ പിന്നെ ഈ കാര്യം കൂടെ നമുക്ക് അയാളോട് നേരിട്ട് തന്നെ സംസാരിക്കാം. എന്തായാലും അയാളെ വിളിച്ചു വരുത്തി നമുക്ക് ഈ കാര്യങ്ങൾ ഒന്നും കൂടെ സംസാരിക്കാന്നൊക്കെ തന്നെ ശിവൻ പറയുന്നുണ്ട്. അപ്പൊ ഗംഗേട്ടനും രാജീവനും ഒക്കെ ശിവന്റെ അഭിപ്രായത്തോട് യോജിക്കുകയാണ്. എന്നിട്ട് പിറ്റേ ദിവസം തന്നെ ഗംഗാധര മേനൻ ബാലേന്ദ്രനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ബാലേന്ദ്ര, ഞങ്ങൾക്ക് നിന്നെ ഒന്ന് കാണണം. കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് സംസാരിക്കാനുണ്ട്. അന്നേരം ബാലേന്ദ്രൻ ചോദിക്കുക, ഇനി എന്ത് കാര്യമാണ് നിങ്ങൾക്ക് എന്നോട് പറയാനുള്ളത്? നിങ്ങളുടെ പെങ്ങളുടെ കാര്യമാണോ നിങ്ങൾ പറയാൻ പോകുന്നത്? നിങ്ങളുടെ പെങ്ങളെ കുറിച്ച് ഈ അറിഞ്ഞതല്ലാതെ വേറെന്തെങ്കിലും പൂർവ്വകാല ചരിത്രങ്ങൾ ഞാൻ അറിയാനുണ്ടോ? ഉണ്ടെങ്കിൽ അതും കൂടെ അങ്ങ് പറഞ്ഞായിരുന്നു കേട്ടാ. ഇനിയും ഇതുപോലെയുള്ള കഥകളൊക്കെ കേട്ട് അതൊന്നും താങ്ങാനുള്ള ശക്തി എനിക്കില്ല എന്നൊക്കെ തന്നെ പറയുമ്പോഴേക്കും ഗംഗാധര മേനൻ പറയുന്നുണ്ട്, അല്ല ബാലേന്ദ്ര, അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയാനായിട്ടല്ല. വൈജിയെക്കുറിച്ച് ഇനി ഞങ്ങൾക്കൊന്നും തന്നെ പറയാനില്ല. ആകെ അവൾക്ക് പറ്റിയ ഒരു തെറ്റ് ഇത് മാത്രമായിരുന്നു. അത് നീ കണ്ടുപിടിക്കുകയും ചെയ്തു. ഇനി അവളെക്കുറിച്ചൊന്നും അല്ല ഞങ്ങൾ പറയുന്നത്. അലീനെ കുറിച്ചിട്ടാണ് ഞങ്ങൾക്ക് നിന്നോട് സംസാരിക്കാനുള്ളതെന്ന് പറയുകയാണ്. അപ്പൊ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എനിക്കറിയാം, നിങ്ങളുടെ പെങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവളെ ഇവിടെ നിന്ന് മാറ്റണമായിരിക്കും. അത് പറയാനായിട്ടായിരിക്കുമല്ലോ ഇപ്പൊ നിങ്ങൾ എന്നെ വിളിച്ചേ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും ഗംഗാധര മേനൻ പറയുന്നുണ്ട്, ബാലേന്ദ്ര, അത് പിന്നെ ഇങ്ങനൊരു സാഹചര്യം ആയിപ്പോയി, എന്ത് ചെയ്യാനാ? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിനക്ക് മാത്രം ഞങ്ങളെ സഹായിക്കാൻ കഴിയുള്ളൂ ബാലേന്ദ്ര. അതുകൊണ്ടാ ഞങ്ങൾ ബാലേന്ദ്രനോട് സംസാരിക്കണമെന്ന് പറഞ്ഞ് എന്നിങ്ങനെ പറയുമ്പോഴേക്കും ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ എന്തായാലും വരാം. നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങളും കൂടെ പറ. എന്നിട്ട് എന്താന്ന് വെച്ചാ ഞാൻ തീരുമാനിച്ചോളാം എന്ന് തന്നെ ബാലേന്ദ്രൻ പറയുന്നുണ്ട്. അങ്ങനെ സ്ഥലവും സമയവും ഒക്കെ കൂടി അവർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഫോൺ വെച്ച് കഴിഞ്ഞ് ശിവനും രാജീവും ചോദിക്കുന്നുണ്ട്, എന്തായി ഗംഗേട്ടാ, അയാൾ വരാന്ന് സമ്മതിച്ചോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും ഗംഗാധര മേനൻ പറയുന്നുണ്ട്, സമ്മതിച്ചു. വൈജിയെ കുറിച്ചുള്ള എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കാനാണെങ്കിൽ അയാൾക്കത് കേൾക്കാൻ താല്പര്യമില്ലാന്ന്. അലീനയുടെ കാര്യം പറഞ്ഞുകൊണ്ടാ അയാൾ വരാന്ന് സമ്മതിച്ചത്. നമ്മളിപ്പം അയാളെ വിളിച്ച് എന്തിനെന്നുള്ളത് അയാൾക്ക് മനസ്സിലായി. അയാൾ എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു,
നിങ്ങളുടെ പെങ്ങളുടെ ജീവിതം സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ട് അലീനെ ഞാൻ ഇവിടുന്ന് പറഞ്ഞു വിടണമായിരിക്കുമല്ലേ? അതിനു വേണ്ടിയിട്ടായിരിക്കുമല്ലേ നിങ്ങളിപ്പോൾ എന്നെ വിളിച്ചെന്ന് അയാൾ ഇങ്ങോട്ടേക്കാണ് എന്നോട് ചോദിച്ചത്. നമ്മൾ വിചാരിക്കും പോലെയല്ല, അയാൾ ഇതിനെയൊക്കെ അത്രയും സീരിയസ് ആയിട്ടാണ് കണ്ടേക്കുന്നതെന്നൊക്കെ തന്നെ പറയുന്നുണ്ട്. അപ്പൊ ശിവൻ പറയുന്നുണ്ട്, എന്തായാലും അയാൾ ഇങ്ങോട്ടേക്ക് വരട്ടെ, നമുക്ക് അയാളുടെ കാല് പിടിച്ചിട്ടാണെങ്കിലും പറഞ്ഞു നോക്കാം. നമ്മുടെ പെങ്ങളുടെ ജീവിതം കൂടിയിട്ടല്ലേ ഇല്ലാതെ പോകുന്നതിനൊക്കെ തന്നെ പറയുകയാണ്. അങ്ങനെ ഒരു ഹോട്ടലിലാണ് ഇവർ കൂടിക്കാഴ്ച അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഗംഗാധര മേനോനും രാജീവും ശിവശങ്കറും എല്ലാം അവിടെ ബാലചന്ദ്രനെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു. വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് ബാലചന്ദ്രൻ എത്തുകയാണ്. അപ്പൊ ബാലചന്ദ്രൻ കയറി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ആഹാ എല്ലാവരും ഉണ്ടല്ലോ, എന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും അല്ലേ? ഞാൻ ഇറങ്ങാൻ സ്വല്പം ലേറ്റായി പോയി, അതുകൊണ്ട് ആർക്കും ബുദ്ധിമുട്ടില്ലല്ലോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും ഗംഗാധരൻ പറയുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ല എന്ന് തന്നെ പറയുന്നുണ്ട്. ബാലചന്ദ്രൻ അവിടെ ഇരുന്നിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല എന്ത് കാര്യം പറയാനായിട്ടാണ് നിങ്ങൾ എന്നെ ഇങ്ങോട്ടേക്ക് വിളിപ്പിച്ചത്? നിങ്ങളുടെ പെങ്ങൾ വൈജയുടെ കാര്യമാണെങ്കിൽ എനിക്കത് കേൾക്കാൻ താല്പര്യമില്ല എന്ന് ഞാൻ ഗംഗേട്ടനോട് പറഞ്ഞായിരുന്നല്ലോ. അതേക്കുറിച്ച് എനിക്കിനി ഒന്നും കേൾക്കാൻ താല്പര്യമില്ല. അലീനയുടെ കാര്യം എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നതെന്നും പറയുകയാണ്. അപ്പൊ ഗംഗേട്ടൻ പറയുന്നുണ്ട്, അതെ അതെ, ഞങ്ങൾ അലീനയുടെ കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് വന്നത്. ബാലേന്ദ്ര, അലീനയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണ്ടേ? അവൾ അവിടെ തന്നെ നിർത്തിക്കഴിഞ്ഞാൽ വൈജ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയല്ലേ ഉള്ളൂ. ബാലേന്ദ്രൻ എടുത്തുപാട് ചോദിക്കുന്നുണ്ട്, അതിന് ഞാനെന്ത് വേണമെന്നാണ് നിങ്ങൾ പറയുന്നേ? അവള് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കോട്ടെ, അതെങ്ങനെ നേരിടണമെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. 23 വർഷക്കാലം അവളെന്നെ ചതിച്ചതല്ലേ? ഇത്രയും കാലം എന്നെ ഒരു വിഡ്ഢിയെ പോലെ ചതിച്ചതിന് അവളോട് ഞാൻ എണ്ണി എണ്ണി കണക്ക് ചോദിക്കും. അതിന് അലീന അവിടെ വേണം, വൈജയുടെ മകളായിട്ടല്ല, എന്റെ മകളായിട്ട്. അവളെ ഞാൻ എങ്ങോട്ടേക്കും വിടാൻ തയ്യാറല്ല എന്ന് തന്നെ ബാലേന്ദ്രൻ പറയുകയാണ്. അപ്പൊ ശിവൻ ചോദിക്കുന്നുണ്ട്, ബാലേന്ദ്ര നീ അങ്ങനെ പറയല്ലേ, ചെയ്തു പോയ തെറ്റുകൾക്ക് ഞങ്ങൾ എന്ത് പ്രായശ്ചിത്തവും ചെയ്യാൻ റെഡിയാണ്. ഞങ്ങൾ നിന്നോട് നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞല്ലോ. അവൾ പ്രസവിച്ച ഉടനെ തന്നെ ആ കുട്ടി മരിച്ചു പോയെന്ന അച്ഛൻ വരെ ഞങ്ങളോട് പറഞ്ഞത്. ഇന്ന് വരെയും ഞങ്ങൾ അങ്ങനെ തന്നെയാണ് കരുതിയിരുന്നത്. അവളെ ഓഫനേജിലേക്ക് മാറ്റിയെന്നും ആ കുട്ടി ഇപ്പോൾ വളർന്നു വലുതാവുന്നൊന്നും ഞങ്ങൾ അറിഞ്ഞതേ ഇല്ലല്ലോ. ആ കുട്ടി ജീവനോടുണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ അവക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും തന്നെ ഞങ്ങൾ ചെയ്തു കൊടുത്തേനെ. എന്തായാലും കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു ബാലേന്ദ്ര. ഇനിയും കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഓർത്ത് ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമുണ്ടോ? അലീനയ്ക്ക് വേണ്ടി എന്ത് ചെയ്യാനും ഞങ്ങൾ റെഡിയാ. അവളെ സാമ്പത്തികമായിട്ട് സഹായിക്കണോ, അവൾക്ക് വീട് വെച്ച് കൊടുക്കണോ, അവളെ പഠിപ്പിക്കണോ, അവൾക്ക് നല്ലൊരു ചെറുക്കനെ കണ്ടുപിടിച്ച് അവളെ കല്യാണം കഴിപ്പിച്ചയക്കണോ, അതും ഞങ്ങൾ ചെയ്തോളാം. ഞങ്ങളുടെ വീട്ടിലെ ഒരു കുട്ടിയെ പോലെ ഞങ്ങൾ അവളെ നോക്കിക്കോളാം. എന്ത് വേണമെങ്കിലും ചെയ്യാൻ ഞങ്ങൾ റെഡിയാണ്. ഞങ്ങളുടെ വീട്ടിലെ കുട്ടികൾക്കായിട്ട് ഞങ്ങൾ എന്തൊക്കെ ചെയ്യുന്നോ അതെല്ലാം ഞങ്ങൾ അവർക്കും ചെയ്തിരിക്കും, ഇത് ഉറപ്പാ. പക്ഷേ അലീനയെ ആ വീട്ടിൽ നിർത്തരുത്. അവളെ അവിടെ നിന്ന് എങ്ങോട്ടേലും മാറ്റി നിർത്തണം ബാലേന്ദ്ര, അത് മാത്രം നീ സമ്മതിക്കണം എന്നൊക്കെ തന്നെ പറയുമ്പോഴേക്കും അപ്പൊ ബാലേന്ദ്രൻ ഇവരെ ഒരു പുച്ഛഭാവത്തോടെ തന്നെ നോക്കുകയാണ്. കൊള്ളാം, പെങ്ങളോടുള്ള സ്നേഹങ്ങളൊക്കെ കൊള്ളാം, പെങ്ങളോടൊക്കെ നിങ്ങൾക്ക് നല്ല സ്നേഹമുണ്ട്, എനിക്ക് മനസ്സിലായി. അതിന്റെ ഒരു അംശം സ്നേഹം പോലും നിങ്ങൾ അലീനയോട് കാണിക്കുന്നില്ലല്ലോ. ഇപ്പോഴും അലീനയ്ക്ക് മുമ്പിൽ നിങ്ങൾ ഈ ഓഫറുകളെല്ലാം വെക്കുന്നത് നിങ്ങളുടെ പെങ്ങളുടെ ജീവിതം സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ലേ, അല്ലാതെ അലീനയോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ലല്ലോ. ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൽ അവളെ അവിടുന്ന് പറഞ്ഞു വിടണം, നിങ്ങളുടെ പെങ്ങളുടെ ജീവിതം സേഫ് ആക്കണം, അത് മാത്രമേ ഉള്ളൂ നിങ്ങളുടെ മനസ്സിൽ. അല്ല, നിങ്ങളുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എന്നാൽ ഒരു കാര്യം നിങ്ങൾ കേട്ടോ, എന്റെ തീരുമാനത്തിൽ ഞാൻ ഉറച്ചു തന്നെയാണ് നിൽക്കുന്നത്. അലീനയെ അവിടുന്ന് ഞാൻ എങ്ങോട്ടേക്കും പറഞ്ഞു വിടില്ല. അവൾ എന്റെ വീട്ടിൽ എന്റെ മകളായിട്ട് തന്നെ ജീവിക്കും. ഇനി അതില് വൈജിക്കിന് മാത്രമല്ല, ആർക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും അവർക്ക് എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാം. ഞാൻ ആരെയും തടയുന്നില്ല എന്ന് തന്നെ പറയുകയാണ് കേട്ടോ ബാലേന്ദ്രൻ. അപ്പൊ രാജീവും ശിവനും ഗംഗാധര മേനോനും കൂടി പറയുന്നുണ്ട്, അത് പിന്നെ ബാലേന്ദ്ര, അത് വേറൊന്നും കൊണ്ടല്ല, അലീന അവിടെ നിൽക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷെ എന്തെങ്കിലും ഒരു ദിവസം വൈജി ഈ സത്യങ്ങളൊക്കെ മനസ്സിലാക്കും. അവള് സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് ബാലചന്ദ്രൻ അറിയാമല്ലോ. ഒന്നെങ്കിൽ അവള് നിങ്ങൾ തമ്മിലുള്ള ബന്ധം തന്നെ അവസാനിപ്പിച്ചെന്ന് വരും, അല്ലെങ്കിൽ അവള് എന്തെങ്കിലും കടുങ്കൈ ചെയ്ത് അവളുടെ ജീവിതം തന്നെ അവസാനിപ്പിക്കും. ഇത് രണ്ടുമല്ലാതെ അവൾക്ക് വേറെ ഓപ്ഷൻ ഇല്ല എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഗംഗാധര മേനോൻ പറയുന്നുണ്ട്, അതേ ബാലേന്ദ്ര, ഈ പറഞ്ഞതൊക്കെയാണ് നടക്കാൻ പോകുന്നത്. ഗംഗേട്ടൻ പറയുന്നുണ്ട്, ബാലചന്ദ്ര, ഇത് ഞങ്ങളുടെ അപേക്ഷയായിട്ട് നീ കാണണം. അലീന നീ പറഞ്ഞ അനുസരിക്കുന്നുള്ളത് ഞങ്ങൾക്കറിയാം. നിങ്ങൾ തമ്മിലുള്ള അടുപ്പവും ഞങ്ങൾ നേരിട്ട് കണ്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ ഒരു പ്രാവശ്യം കൂടെ, ഈ ഒറ്റ തവണ ഞങ്ങളെ നീ സഹായിക്കണം ബാലചന്ദ്ര. ഞങ്ങൾക്ക് ഇതല്ലാതെ വേറെ വഴികളൊന്നും മുന്നിൽ കാണുന്നില്ല. ഒരു കുടുംബം ഞങ്ങളുടെ കൺമുമ്പിൽ തന്നെ ചിന്ന ചിതറി ഇല്ലാതാകുന്നത് ഞങ്ങൾക്ക് ഓർക്കാൻ കൂടി വയ്യ എന്നൊക്കെ പറയുമ്പോഴേക്കും അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, കഴിഞ്ഞ 22 വർഷക്കാലം അവൾ ഒരു അനാഥയെ പോലെയാണ് ജീവിച്ചത്. ഒരച്ഛന്റെയോ അമ്മയുടെയോ കൂടപ്പറപ്പുകളുടെയോ ആരുടെ ഒരു സ്നേഹവും വാത്സല്യം കിട്ടാതെ അവൾ ജീവിച്ചത്. ഇതെല്ലാം നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുമോ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അവർ 3 പേരും മിണ്ടാതിരിക്കുകയാണ്. ബാലചന്ദ്രന്റെ ചോദ്യത്തിന് മുമ്പിൽ അവർക്ക് ഉത്തരം മുട്ടി പോവുകയാണ്. അപ്പോൾ ഗംഗാധര മേനോൻ പറയുന്നുണ്ട്, അത് പിന്നെ ബാലേന്ദ്ര, നീ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണം. ഇതിൽ കൂടുതൽ താഴ്ന്ന് ഞങ്ങൾ എങ്ങനെ നിന്നോട് പറയാനാ? അലീനയ്ക്ക് വേണ്ടി എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞല്ലോ. പക്ഷേ ഒരച്ഛൻ്റെ അമ്മയുടെയും സ്നേഹം, കൂടപ്പിറപ്പുകളുടെ കൂടെയുള്ള ജീവിതം, അതൊന്നും ബാലേന്ദ്രൻ പറയുന്ന ആവശ്യങ്ങൾ ഞങ്ങൾക്ക് എങ്ങനെ സാധിച്ചു കൊടുക്കാൻ കഴിയും എന്ന് എന്നെ ചോദിക്കുകയാണ്.
അപ്പോഴേക്കും ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഇല്ലല്ലോ, അത് നിങ്ങൾക്ക് കഴിയില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ ഇതിന്റെ പേരും പറഞ്ഞ് ഇനി എന്നെ കാണാൻ ശ്രമിക്കരുത്. അലീനയെ എങ്ങോട്ടേക്കും വിടാൻ ഞാൻ തയ്യാറല്ല. അലീന എൻ്റെ വീട്ടിൽ എൻ്റെ മകളായിട്ട് തന്നെ ജീവിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇനി ഇതിന്റെ പേരും പറഞ്ഞ് എന്നെ ഇങ്ങനെ ശല്യം ചെയ്യരുത്. ഞാനൊരു ഹാർട്ട് പേഷ്യൻ്റ് ആണ്. ഞാൻ എൻ്റെ ആരോഗ്യം പോലും നോക്കാതെ ഞാൻ ഹോസ്പിറ്റലിലും വീട്ടിലും കിടന്ന് ഓടിക്കൊണ്ടിരിക്കുന്നത്. പ്ലീസ് എന്നെ ഇങ്ങനെ ശല്യം ചെയ്യലെന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ ബാലചന്ദ്രൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. ബാലചന്ദ്രൻ പോയി കഴിയുമ്പോഴേക്കും ശിവേട്ടൻ ചോദിക്കുന്നുണ്ട്, ഗംഗേട്ടാ, ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇവൻ അമ്പിനും വില്ലിനും അടുക്കുന്ന ലക്ഷണമൊന്നും ഇല്ലല്ലോ. ഇനിയിപ്പോൾ വൈജ ഈ സത്യങ്ങളൊക്കെ അറിയുമോ എന്ന് എന്നെ ചോദിക്കുമ്പോഴേക്കും ഗംഗാധര മേനോൻ പറയുന്നുണ്ട്, എന്ത് ചെയ്യാനാ ശിവ, ഇനിയിപ്പോൾ വരുന്നിടത്ത് വെച്ച് കാണാം, അത്രേ പറയാൻ പറ്റുള്ളൂ. പിന്നീട് ബാലചന്ദ്രൻ വീട്ടിലേക്ക് വരുമ്പോഴേക്കും അലീനയോട് സംസാരിക്കുകയാണ്. അലീനയോട് എന്നിട്ട് പറയുന്നുണ്ട്, നിന്റെ 3 അങ്കിളുമാരും കൂടെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരു അനുനയ ചർച്ചയ്ക്ക് വേണ്ടിയിട്ട്. അത് വേറൊന്നുമല്ല, വൈജ സത്യങ്ങൾ അറിയരുത്. നീ വൈജയുടെ മകളാണെന്നുള്ള കാര്യം വൈജ അറിയരുത്. നിന്നെ ഇവിടുന്ന് വേറെ എങ്ങോട്ടേലും മാറ്റി താമസിപ്പിക്കണം. വൈജ തിരിച്ചിങ്ങോട്ടേക്ക് വരുമ്പം നിന്നെ കാണുമ്പം വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന്. നീ വൈജ പ്രസവിച്ച സ്വന്തം മോളാന്നുള്ള കാര്യം വൈജ ഒരിക്കലും അറിയാൻ പാടില്ലെന്നാണ് അവർ പറയുന്നത്. 3 ആങ്ങളമാരും കൂടി നിന്നെ ഇവിടുന്ന് പറഞ്ഞു വിടണമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് എന്നെ അങ്ങോട്ടേക്ക് വിളിപ്പിച്ചതെന്ന് തന്നെ ബാലചന്ദ്രൻ ഒരു ദേഷ്യത്തോടു കൂടി പറയുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അത് നടക്കുമല്ലോ എന്നൊക്കെ ഉള്ളത് ഞാൻ കാണിച്ചു കൊടുക്കാം. എന്തായാലും പെങ്ങളുടെ ജീവിതം സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ട് അവർ തിരഞ്ഞെടുക്കുന്ന ഓരോ വഴികൾ കണ്ടില്ലേ? കൈതിക്കൽ വീട്ടിലെ എല്ലാ സന്തതികളും കണക്കാ എന്നൊക്കെ ബാലേന്ദ്രൻ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ അലീന ഒരു വിഷമത്തോട് കൂടിയിട്ട് തന്നെ പറയുന്നുണ്ട്, അച്ഛാ, അത് പിന്നെ ഞാൻ ഇവിടുന്ന് പൊയ്ക്കോളാം അച്ഛാ. അവർ പറഞ്ഞതിലും കാര്യമുണ്ടല്ലോ. ഞാൻ ഇവിടെ തന്നെ നിന്ന മേഡം തിരിച്ചിങ്ങോട്ടേക്ക് വരില്ലെന്നല്ലേ പറഞ്ഞത്? മേഡത്തെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരുമ്പം ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ മേഡം അതിനൊട്ടും സമ്മതിക്കുകയല്ല. എന്നെ കാണുന്നത് മേഡത്തിന് ഇഷ്ടമല്ല. ഇപ്പം മേഡത്തിന് പറ്റിയ ഈ അപകടം അത് ഞാൻ കാരണമാണെന്നാണല്ലോ മേഡം വിശ്വസിച്ചിരിക്കുന്നത്. ഞാനിവിടെ നിന്നാൽ ഇനിയും ഈ വീട്ടിലെ പ്രശ്നങ്ങൾ കൂടുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് പൊയ്ക്കോളാം അച്ഛാ. എനിക്ക് നിങ്ങൾ രണ്ടുപേരും സുഖമായിട്ട് സന്തോഷത്തോടെ തന്നെ ജീവിക്കുന്ന കാണാൻ ആഗ്രഹം. ഞാൻ അവിടുന്ന് ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ പോലും എൻ്റെ അമ്മയെ കാണണമെന്ന് മാത്രം, കുറച്ച് ദിവസമെങ്കിൽ കുറച്ച് ദിവസം അമ്മയുടെ കൂടെ ഒന്ന് നിൽക്കണം എന്ന് മാത്രം ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. അത് സാധിച്ചു. അമ്മയുടെ കൂടെ കുറച്ചു കാലം താമസിക്കാനും പറ്റി. ഇനി ഞാൻ പൊയ്ക്കോളാം അച്ഛാ. ഞാൻ കാരണം ഈ കുടുംബം ചിഹ്നിച്ചേറി പോകുന്നത് എനിക്ക് സഹിക്കാൻ കഴിയില്ല എന്നൊക്കെ തന്നെ നിറ കണ്ണുകളോട് അലീന പറയുന്നുണ്ട്. ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നീ എന്താ അലീന വിചാരിച്ചത്? നീ ഇവിടുന്ന് പോയാൽ ഞങ്ങൾ സുഖമായിട്ട് ജീവിക്കുന്നാണോ നീ കരുതിയത്? അങ്ങനെയാണെങ്കിൽ നിനക്ക് തെറ്റി. നീ ഇവിടുന്ന് പോയാൽ ഞാനും വൈജയും തമ്മിലുള്ള ബന്ധം പൂർണ്ണമായിട്ടും അവസാനിക്കും. പിന്നെ ഈ കുടുംബം മുന്നോട്ട് പോകുമെന്ന് തന്നെ അറിയില്ല. ഞാൻ പലതവണ നിന്നോട് പറഞ്ഞു, എൻ്റെ മുമ്പിലുള്ള ഊന്നുവടിയാ നീ, എനിക്കുള്ള ഏക ധൈര്യമാ നീ. നീ എന്നെ വിട്ട് പോയാ പിന്നെ ഞാനുണ്ടാവില്ല. എന്നെ തനിച്ചാക്കി നീ പോയാ മുന്നോട്ട് ഇനി എന്തൊക്കെ നടക്കുമെന്ന് എനിക്ക് തന്നെ പറയാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ ബാലചന്ദ്രൻ അവിടെ നിന്ന് കയറി പോകുന്നുണ്ട്. ബാലചന്ദ്രന്റെ വാക്കുകൾ കേട്ടിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ വിഷമിച്ച് കരഞ്ഞോണ്ടിരിക്കുകയാണ് അലീന. ഈ സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് മനുശങ്കർ വരികയാണ് കേട്ടോ. മനുശങ്കർ വരുമ്പം അലീന നിറകണ്ണുകളോട് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നതാണ് കാണുന്നത്. വന്ന പാടെ തന്നെ അലീനയോട് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി? എന്തിനാ നീ ഇങ്ങനെ കരയുന്നേ? നിന്റെ കരച്ചിൽ ഇതുവരെ കഴിഞ്ഞില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അലീന പറയുന്നുണ്ട്, ഒന്നുമില്ല മനുവേട്ടാ, ഞാൻ വെറുതെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പം എനിക്ക് വിഷമമായി എന്നൊക്കെ പറയുകയാണ്. മനു ചോദിക്കുന്നുണ്ട്, എന്ത് കാര്യമാണ് നീ ആലോചിച്ചത്? ഇപ്പൊ കരയാൻ മാത്രം നിന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? അങ്കിള് നിന്നോട് ദേഷ്യപ്പെട്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. ഇല്ല മനുവേട്ടാ, ഞാൻ ഇനിയും ഇവിടെ നിന്നാ പ്രശ്നങ്ങൾ കൂടുകയല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് പൊയ്ക്കോളാം എന്ന് അച്ഛനോട് പറഞ്ഞു. പക്ഷെ അച്ഛൻ അതിനെ സമ്മതിക്കുന്നില്ല എന്നിങ്ങനെ അലീന പറയുമ്പോഴേക്കും മനു പറയുന്നുണ്ട്, ഓഹോ, അപ്പൊ അതാണല്ലേ പ്രശ്നം. നീ എന്തിനാ അലീന എപ്പോഴും ഇവിടുന്ന് പോകുന്ന കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇത് നിന്റെ വീടല്ലേ? നിന്റെ അച്ഛനും അമ്മയും സഹോദരങ്ങളും ഒക്കെ ഈ വീട്ടിലല്ലേ ഉള്ളത്. പിന്നെ അവരെയൊക്കെ ഉപേക്ഷിച്ച് നീ എങ്ങോട്ട് പോകാനാ? അങ്കിള് നിന്നോട് ദേഷ്യപ്പെട്ടെങ്കിലേ അതിലൊരു കുഴപ്പവുമില്ല. നീ ഇങ്ങനൊക്കെ പറയുന്നോണ്ടല്ലേ അങ്കിളിന് ദേഷ്യം വരുന്നേ. അങ്കിളിന് ആകെയുള്ള ധൈര്യമല്ലേ നീ? ഈ സമയത്ത് അങ്കിളുടെ ബലമായിട്ട് കൂടെ നിൽക്കുകയല്ലേ ചെയ്യേണ്ടത്. അതിനു പകരം ഈ വീട് വിട്ട് പോകാന്നൊക്കെ പറഞ്ഞാൽ പിന്നെ എങ്ങനെ ദേഷ്യം വരാതിരിക്കുമെന്ന് മനു ചോദിക്കുന്നുണ്ട്. മനുവിന്റെ ഈ വാക്കുകൾ കേട്ടിട്ട് നിസ്സഹായ അവസ്ഥയോടെ തന്നെ അലീന നിൽക്കുകയാണ്. അപ്പോൾ മനു പറയുന്നുണ്ട്, നോക്കലീന, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. നിന്നെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നത് ഞാനാണ്. നിന്റെ മേലുള്ള എല്ലാ ഉത്തരവാദിത്തങ്ങളും എനിക്കുണ്ട്. അതുകൊണ്ട് എന്നോട് പറയാതെ നീ ഇവിടുന്ന് എങ്ങോട്ടും പോവില്ല എന്ന് എനിക്ക് നീ ഉറപ്പ് തരണം. എന്താ, നിനക്ക് അങ്ങനെ ഉറപ്പ് തരാൻ കഴിയില്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും അലീന ഒന്ന് മടിച്ചു തന്നെ നിൽക്കുകയാണ്. എന്നിട്ട് അലീന മനസ്സോടെ തന്നെ മനുവിന് വാക്ക് കൊടുക്കുന്നുണ്ട്. ശരി മനുവേട്ടാ, മനുവേട്ടനോട് പറയാതെ ഞാൻ എങ്ങോട്ടും പോകില്ല എന്ന് തന്നെ പറയുമ്പോഴേക്കും മനു കുറച്ചു നേരം അലീനയെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. മനുവിന്റെ കണ്ണില് അലീനയോടുള്ള ആ ഒരു സ്നേഹം നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. മനു മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, അലീന, നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. നീ ഇവിടുന്ന് എങ്ങും പോകുന്നില്ല. നീ എൻ്റെ പെണ്ണാ, എൻ്റെ മാത്രം. നിന്നെ ആദ്യം കണ്ടപ്പോൾ തന്നെ എനിക്കിഷ്ടമായതാ. നീ എപ്പോഴും എൻ്റെ കൺമുമ്പിൽ തന്നെ ഉണ്ടാകണം. നിന്നെ ഞാൻ അങ്ങനെ എങ്ങോട്ടേക്കും പറഞ്ഞു വിടാൻ സമ്മതിക്കില്ല എന്നൊക്കെ തന്നെ മനു ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോഴേക്കും അലീന ചോദിക്കുന്നുണ്ട്, എന്താ മനുവേട്ടാ, എന്താ ആലോചിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും ഒന്നുമില്ല എന്നും പറഞ്ഞാൽ മനു ഒരു കള്ളച്ചിരിയൊക്കെ ചിരിച്ചുകൊണ്ട് അവിടുന്ന് മാറി പോകുന്നുണ്ട്.
എന്നിട്ട് മനു അലീനയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് അങ്കിൾ എവിടെയെന്ന്. അച്ഛൻ മോളിലുണ്ട്, ഇപ്പൊ വന്നതേ ഉള്ളൂ. കൊല്ലപ്പള്ളിയിൽ നിന്ന് അങ്കിൾമാരെല്ലാവരുടെ അച്ഛനെ ഒരു അനനയ ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പോയിട്ട് വന്ന വഴിക്ക് അച്ഛനോട് അങ്ങനെ പറഞ്ഞത്. ഞാൻ ഇവിടുന്ന് പൊയ്ക്കോളാന്ന് പറഞ്ഞത് അച്ഛന് നല്ല വിഷമമായിട്ടുണ്ട്. അച്ഛൻ മുകളിലോട്ട് കയറി പോയിട്ടുണ്ട് എന്നിങ്ങനെ പറയുമ്പോഴേക്കും മനു പറയുന്നുണ്ട് എന്നാൽ ഞാൻ അങ്കിളിനെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് തന്നെ മുകളിലോട്ട് കയറി പോവുകയാണ്. മനു അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ തന്നെ അങ്കിളിനെ വിളിച്ചോണ്ടാണ് ചെല്ലുന്നത്. ആഹാ മനുവോ ബാ എന്നും പറഞ്ഞിട്ട് ബാലചന്ദ്രൻ അകത്തോട്ട് വിളിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് അറിഞ്ഞില്ലേ കാര്യങ്ങളൊന്നും. അത് നിന്റെ അച്ഛനും കൊച്ചച്ഛനും വലിയച്ഛനും ഒക്കെ ഇന്ന് പുറത്തൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. വൈജ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി വരുമ്പോഴേക്കും അലീനെ ഇവിടുന്ന് വേറെ എങ്ങോട്ടെങ്കിലും മാറ്റി താമസിപ്പിക്കണമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അവരിന്ന് അങ്ങനെ ഒരു കൂടിക്കാഴ്ച ഒരുക്കിയത്. ഞാൻ അലീനെ ഇവിടുന്ന് വേറെ എങ്ങോട്ടെങ്കിലും മാറ്റി താമസിപ്പിക്കണമെന്ന്, എങ്കിൽ മാത്രമേ അവരുടെ പെങ്ങൾക്ക് ഇവിടെ വന്ന് ജീവിക്കാൻ കഴിയുള്ളൂ എന്ന്. അതുപോലെ വൈജ ഒരിക്കലും ഈ സത്യങ്ങളൊന്നും അറിയാൻ പാടില്ല എന്ന്. വൈജ സത്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ എല്ലാ ബന്ധവും ഉപേക്ഷിച്ച് ഡിവോഴ്സിന് ഒരുങ്ങും. അല്ലെങ്കിൽ എന്തെങ്കിലും കടുങ്ങ ചെയ്ത് ജീവിതം അവസാനിപ്പിച്ച് കളയുമെന്ന് ആങ്ങളമാർക്കൊക്കെ പേടി. അതുകൊണ്ട് അലീനയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എന്നെ അങ്ങോട്ടേക്ക് വിളിപ്പിച്ചത്. അപ്പൊ മനു ചോദിക്കുന്നുണ്ട് എന്നിട്ട് അങ്കിൾ എന്ത് പറഞ്ഞു? അലീന ഇവിടുന്ന് പറഞ്ഞു വിടാൻ അങ്കിൾ തീരുമാനിച്ചോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും എന്തുവാടാ മനു നീ പറയുന്നത്? അലീന എന്റെ മോളാ, അവൾ ഈ വീട്ടിൽ നിന്ന് ഞാൻ പറഞ്ഞു വിടുവോ? അതൊക്കെ അവരുടെ മനസ്സിലിരിക്കത്തേ ഉള്ളൂ എന്നിങ്ങനെ പറയുമ്പോഴേക്കും മനു പറയുന്നുണ്ട് അല്ലെങ്കിലും ശരിയാ, എല്ലാ സത്യങ്ങളും അറിഞ്ഞിട്ടും ഇവരെന്താ അലീനയോട് ഇങ്ങനെയുള്ള രീതിക്ക് പെരുമാറുന്നേ? ഇവർക്കൊന്നും സാമാന്യ ബോധം പോലും ഇല്ല അങ്കിളെ എന്നിങ്ങനെ മനു ചോദിക്കാണ്. അപ്പൊ ബാലേന്ദ്രൻ പറയുന്നുണ്ട് എന്ത് ചെയ്യാനാടാ, സ്വന്തം പെങ്ങളുടെ ജീവിതം രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോരോ തത്രപ്പാടുകളെ. അവസാനം 3 ആങ്ങളമാരും കൂടിയിട്ട് ആലോചിച്ചിട്ടൊരു കാര്യം പറഞ്ഞു. അലീനയ്ക്ക് വേറെ വീട് വെച്ച് കൊടുക്കാം, അവൾക്ക് നല്ല ജോലി മേടിച്ചു കൊടുക്കാം, അവൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ അവളെ പഠിപ്പിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും നല്ലൊരു ചെറുക്കനെ കണ്ടുപിടിച്ച് അവരുടെ വീട്ടിലെ കൊച്ചിനെ കെട്ടിക്കുന്ന പോലെ തന്നെ എല്ലാം കൊടുത്ത് അവളെ കെട്ടിച്ചയക്കാം. എന്ത് വേണമെങ്കിലും ചെയ്യാൻ അവർ റെഡിയാ. പക്ഷെ ഈ വീട്ടിൽ മാത്രം അലീനയെ നിർത്താൻ പാടില്ലെന്ന്. അവർക്ക് വേണ്ടിയിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാൻ അവർ പറയുന്നുണ്ട്. എന്ത് ചെയ്തിട്ടാണെങ്കിലും വേണ്ടില്ല, എൻ്റെ വീട്ടിൽ നിന്ന് അലീനയെ വേറെ എങ്ങോട്ടെങ്കിലും മാറ്റണമെന്ന് തന്നെ അവർ പറയുന്നത്. അത് നടക്കില്ല എന്ന് ഞാൻ അവരുടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ പേരിൽ എന്ത് വന്നാലും നേരിടാൻ ഞാൻ റെഡിയാണെന്നും പറഞ്ഞിട്ടുണ്ട്. അവരുടെ പെങ്ങൾക്ക് ഞാൻ പറയുന്നത് കേട്ട് ഇവിടെ ജീവിക്കാൻ സൗകര്യമില്ലെങ്കിലേ അവരുടെ പെങ്ങള് അവരുടെ കുടുംബത്തിൽ പോയി താമസിച്ചോട്ടെ, എനിക്ക് അതിലൊരു പ്രശ്നമില്ല എന്നൊക്കെ തന്നെ ബാലേന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് മനു ചോദിക്കുന്നുണ്ട് അങ്കിളെ അലീനെ ഇങ്ങനെ ഇവിടെ നിർത്തിയാൽ മതിയോ? അവളുടെ കാര്യത്തിന് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണ്ടേ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും ബാലേന്ദ്രൻ പറയുന്നുണ്ട് അതേ മനു അവളുടെ ഭാവിയെക്കുറിച്ച് ഞാനും ചിന്തിക്കാതിരുന്നില്ല. അലീനയുടെ കാര്യത്തിൽ ഞാനും ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്, അവളെ കുറച്ചുകൂടെ നന്നായിട്ട് പഠിപ്പിക്കാനായിട്ട്. അവള് പഠിക്കട്ടെ, അവളുടെ പഠിക്കുന്ന പ്രായമല്ലേ. ഇപ്പോഴെ കല്യാണം കഴിപ്പിച്ച് അയക്കാനൊന്നും എനിക്കൊരു താല്പര്യമില്ല. അവള് പഠിച്ച് അവൾക്ക് നല്ലൊരു ജോലി കിട്ടി അവൾ സ്വന്തം കാലിൽ നിൽക്കട്ടെ, എന്നിട്ട് വിവാഹം കഴിക്കണമെന്നുണ്ടെങ്കിൽ മാത്രം അവൾ കഴിച്ചാൽ മതി. അവളെ അങ്ങനെയൊന്നും ആരുടെ മുമ്പിൽ തോറ്റു കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ ബാലേന്ദ്രൻ പറയുന്നുണ്ട്. ഒരച്ഛന്റെ സ്ഥാനത്ത് നിന്ന് അവൾക്ക് വേണ്ട എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഞാൻ ചെയ്തു കൊടുക്കും എന്നൊക്കെ തന്നെ പറയുകയാണ്. അപ്പം മനു പറയുന്നുണ്ട് അങ്കിളിനോട് ഞാനൊരു കാര്യം പറയട്ടെ. അല്ല അങ്കിളോട് ആയതുകൊണ്ടാണ് ഞാനിത് ഓപ്പണായിട്ട് പറയുന്നേ. അങ്കിളിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അങ്കിൾ അത് വിട്ട് കളഞ്ഞേരെ എന്നൊക്കെ പറയുമ്പോഴേക്കും നീ എന്താന്ന് വെച്ചാൽ പറഞ്ഞോടാ മനു, എന്നോടല്ലേ പറയുന്നേ, നീ ധൈര്യമായിട്ട് പറഞ്ഞോ എന്ന് തന്നെ പറയുകയാണ്. അപ്പം മനു പറയുന്നുണ്ട് അത് പിന്നെ അങ്കിളെ അത് വേറൊന്നുമല്ല, അലീനയുടെ കാര്യമാണ്. അലീനയെ എനിക്ക് തന്നൂടെ? എൻ്റെ പെണ്ണായിട്ട് അവളെ എനിക്ക് തന്നൂടെ? ഞാൻ അവളെ പൊന്നുപോലെ നോക്കിക്കോളാം. അവളെ അന്ന് കഴക്കൂട്ടത്ത് വെച്ച് ആദ്യം കണ്ടപ്പോൾ തന്നെ അവൾ എൻ്റെ മനസ്സിൽ കയറി കൂടിയതാ. ഇപ്പോഴല്ലേ അവളുടെ അമ്മ വൈജാൻ്റെ ആണെന്നൊക്കെയുള്ളത് ഞാൻ അറിയുന്നത്. അതിനു മുമ്പ് തന്നെ അവളോട് എനിക്കൊരു അടുപ്പവും സ്നേഹമൊക്കെ തോന്നിയിരുന്നു. ഇപ്പം അവള് അങ്കിളുടെ മോളല്ലേ, അതുകൊണ്ട് എൻ്റെ മുറപ്പെണ്ണിൻ്റെ സ്ഥാനത്ത് വരികയല്ലേ. അവളെ ഞാൻ വിവാഹം കഴിക്കുവാണെങ്കിൽ നല്ലതല്ലേ അങ്കിളെ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും ബാലേന്ദ്രൻ ഒരു ചിരിയോട് കൂടിയിട്ട് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഞാനൊന്ന് ആലോചിക്കട്ടെ. എനിക്കറിയാം നിനക്ക് അവളെ ഇഷ്ടമാണെന്നൊക്കെ ഉള്ളത്, പക്ഷേ ആ ഇഷ്ടം അവൾക്ക് നിന്നോടും തോന്നിയിട്ടുണ്ടോ? പക്ഷേ ആ ഇഷ്ടം അവൾക്ക് നിന്നോടുണ്ടോന്നും കൂടെ നോക്കണ്ടേ? നിന്നെ ഒരു സഹോദരന്റെ സ്ഥാനത്ത് അവൾ കാണുന്നെങ്കിലോ? അതുകൊണ്ട് അവളുടെ മനസ്സിലും നിന്നോട് അങ്ങനെ ഒരു ഇഷ്ടമുണ്ടോ എന്നൊക്കെ ഉള്ളതെന്ന് അറിയണ്ടേടാ മനു. നിന്നെപ്പോലൊരു നല്ല പയ്യന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നതിനെ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പിന്നെ നീ അവളെ കല്യാണം കഴിക്കണമെന്നൊക്കെ ആഗ്രഹിച്ചാലേ വീട്ടിലുള്ളവരത് സമ്മതിക്കണമെന്നൊന്നുമില്ല. പ്രത്യേകിച്ച് നിന്റെ അച്ഛനും അമ്മയും, അവരുടെ റിയാക്ഷൻ എങ്ങനെ ആയിരിക്കും എന്നൊക്കെ ഉള്ളത് നിനക്കറിയാമല്ലോ. അലീനയെ വിവാഹം കഴിക്കാൻ അവർ സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും അപ്പോൾ മനു പറയുന്നുണ്ട് ഇല്ലെങ്കിലേ അതെനിക്ക് നന്നായിട്ട് അറിയാം, അമ്മ ഒരിക്കലും സമ്മതിക്കില്ല. വൈജാന്റെ കാലം അലീനയെ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് എൻ്റെ അമ്മ തന്നെ എന്നുള്ളത് എനിക്കറിയാം. എന്നാൽ അച്ഛനെ സമ്മതിപ്പിക്കാൻ വലിയ പാടൊന്നുമില്ല. പിന്നെ അവളെ കല്യാണം കഴിച്ചാൽ അവൾ എൻ്റെ കൂടെയല്ലേ ജീവിക്കാൻ പോകുന്നത്. അവളെ കല്യാണം കഴിച്ചുകൊണ്ട് എന്തായാലും ആ വീട്ടിൽ ജീവിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അവളെ ഞാൻ എറണാകുളത്തേക്ക് കൊണ്ടുപോകും എന്ന് പറയുകയാണ് മനു. ബാലചന്ദ്രന് അത് കേൾക്കുമ്പം ശരിക്കും ചിരിയാണ് കേട്ടോ വരുന്നത്. ബാലചന്ദ്രൻ പറയുന്നുണ്ട് എന്തായാലും നമുക്ക് നോക്കാം, ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങട്ടടാ, അതുവരെയെങ്കിലും നീ ഒന്ന് വെയിറ്റ് ചെയ്യും. പോരാത്തതിന് വൈജ ഇപ്പം ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ കിടക്കുകയല്ലേ,
എന്തായാലും വൈജയുടെ കാര്യത്തിലൊക്കെ ഒരു തീരുമാനമാകട്ടെ, എന്നിട്ട് നിങ്ങളുടെ കാര്യത്തെക്കുറിച്ച് ആലോചിക്കാനൊക്കെ തന്നെ ബാലചന്ദ്രൻ മനുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. എന്നിട്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ട്, എന്തായാലും ഇതിപ്പം നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി, വേറെ ആരെയും നീ ഇത് അറിയിക്കാൻ നിൽക്കേണ്ട. നിന്റെ മനസ്സിൽ അലീനോട് തോന്നുന്ന ആ സ്നേഹം സത്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നിക്കുക തന്നെ ചെയ്യും. അതിന് എൻ്റെ ഫുൾ സപ്പോർട്ടും ഉണ്ടാകുമെന്ന് ബാലചന്ദ്രൻ പറയുകയാണ്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ മനുവിന് അലീനയോടുള്ള ഇഷ്ടം ബാലചന്ദ്രന്റെ മുമ്പിൽ തുറന്നു പറയുകയാണ്. ആരൊക്കെ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും മനു ഒരിക്കലും അലീനയെ കൈവിടില്ലെന്നുള്ളത് നമ്മുടെ ബാലചന്ദ്രന് നല്ല ബോധ്യമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവർ തമ്മിലുള്ള ആ ഒരു ബോണ്ടിങ് അത്രത്തോളം നല്ലതായിരിക്കുമെന്ന് ബാലചന്ദ്രൻ അറിയാം. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് സോൾവ് ആയതിനു ശേഷം ഇവരുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാനായിട്ട് നമ്മുടെ ബാലചന്ദ്രൻ തീരുമാനിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഉള്ള ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് കലങ്ങി തെളിഞ്ഞതിന് ശേഷം അലീനയുടെയും മനുവിൻ്റെയും പ്രണയം നിറഞ്ഞ എപ്പിസോഡ്സൊക്കെയാണ് കേട്ടോ വരാൻ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, അതുപോലെ തന്നെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ്